അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. നമുക്ക് മുട്ടത്തൊപ്പി ഉണ്ടാക്കിയാലോ? വളരെ എളുപ്പത്തിൽ അധികം ചേരുവകളൊന്നും ഇല്ലാതെയാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തന്നിട്ട് വീഡിയോ കണ്ടു നോക്കൂ. 2 വലിയ ഉള്ളി എടുക്കുക. എന്നിട്ട് അതിനെ നല്ലവണ്ണം ഇതേപോലത്തെ ചോപ്പർ കൊണ്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ചോപ്പർ ഇല്ലെങ്കിൽ വളരെ നേർമമായിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. ഞാൻ കട്ട് ചെയ്തിട്ട് വരാം. ഇപ്പോൾ ഞാൻ കട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി കൈ വെച്ചിട്ട് നല്ലവണ്ണം ഇതൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഈ ഉള്ളിയിൽ നിന്ന് തന്നെ നല്ല നീരൊക്കെ വരുന്നതായിരിക്കും. നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുത്തിട്ട് വരാം. അതിന് മുമ്പായിട്ട് ഇതിലോട്ട് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ചതച്ചതല്ല, നല്ല പേസ്റ്റായിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലോട്ട് കുറച്ച് സ്പൈസസ് ചേർക്കണം. അതിനായിട്ട് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മുളക് പൊടി, പിന്നെ അര ടീസ്പൂണ് ഗരം മസാല ചേർക്കാം. പിന്നെ ഇതിലോട്ട് കുറച്ച് 2 പൊടികൾ ചേർക്കണം. അതിനായിട്ട് അരക്കപ്പ് കടലപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്, അരക്കപ്പ് മൈദപ്പൊടിയാണ് ചേർക്കുന്നത്. ഇത്രയും മതി. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി 1 സ്പൂൺ വെച്ചിട്ട് ആദ്യം മിക്സ് ചെയ്യാം. ഉപ്പും പൊടിയും എല്ലായിടത്തും ആവാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ മിക്സ് ചെയ്യാൻ പറയുന്നത്. ഇങ്ങനെ മിക്സ് ആയതിന് ശേഷം നമുക്കിതിലോട്ടൊരു 1/4 കപ്പ് മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിൽ കൂടി പോകരുത്. എന്നിട്ട് വീണ്ടും നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു 6 മുട്ട ഞാൻ പുഴുങ്ങിയിട്ട് ഇതേപോലെ നടുക്കുന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് കട്ടാക്കേണ്ടത്. നമുക്കൊരു ബൗൾ ആക്കുന്ന സൈസിലോട്ട് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് പരത്തി എടുത്തിട്ട് നടുക്ക് ഇങ്ങനെ വിരൽ വെച്ചിട്ട് ഒന്ന് കുഴിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഈ മുട്ട കഷ്ണം ഉണ്ടല്ലോ, അത് ഇതിന് മുകളിലോട്ട് നടുക്ക് വെച്ച് കൊടുത്തിട്ട് ഈ സൈഡിലൊക്കെ സവാള കൂട്ട് ഇങ്ങനെ ഒന്ന് പൊതിഞ്ഞെടുക്കുക. ഇത്ര ഈ മുട്ട മൂടേണ്ട വിധത്തിലാക്കേണ്ട, എല്ലാ സൈഡിലോട്ടും ഒരു ബാസ്ക്കറ്റ് കണക്ക് ആക്കിയെടുക്കാം. ബാക്കിയുള്ള മുട്ടകളെല്ലാം ഇതേപോലെ ചെയ്തെടുക്കുക. ഇതൊരു ഷേപ്പ് മുട്ട തൊപ്പി പോലെയാണ് ഉള്ളത്. മുട്ടത്തൊപ്പി എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ബാക്കിയുള്ളതാക്കിയിട്ട് ഞാൻ വരാം. ഓയിൽ ചൂടായതിന് ശേഷം ഓരോന്നായിട്ട് ഇങ്ങനെ ഒന്ന് പതുക്കെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. തിരിച്ചിടേണ്ട ആവശ്യമില്ല. ഒരു സൈഡ് ആകുമ്പോൾ തന്നെ നമുക്ക് കോരിയെടുക്കാവുന്നതാണ്. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഉണ്ടല്ലോ. ഇതേപോലെ ബാക്കിയുള്ളതും കൂടി എല്ലാം ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. ഞാനിപ്പോൾ എല്ലാം ഇതേപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. വളരെ വെറൈറ്റി ആയിട്ടുള്ള എന്നാൽ ഈസി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. എന്തായാലും തീർച്ചയായും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.